dear friends, welcome back to AC Commerce Concepts by Ajiza Fibensha. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ അതായത് പാർട്ട് 1-ൽ നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിലുള്ള മാർക്സ് സ്കോർ ചെയ്യാനും നിങ്ങളുടെ മടികളെ മറികടക്കാനുള്ള കുറച്ച് ടിപ്സ്, അതായത് ഒരു 5ഓളം വരുന്ന ടിപ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സാം എടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരും അല്ലേ. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, കുറേ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, കുറേ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ ഐഡിയയും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് മാസങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന എക്സാമിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ ഒന്ന് പഠിച്ചു തുടങ്ങിയാലോ. പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പുസ്തകം ഇരുന്ന് വായിക്കുന്നത് മാത്രമല്ല, അതിലേക്ക് വേണ്ടി നമ്മുടെ മനസ്സിനെ ഒന്ന് സജ്ജാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് കൈവരിക്കാവുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ആദ്യമേ ഫിക്സ് ചെയ്ത് വെക്കണം. ഓക്കെ, അതായത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉയർന്നു വന്നേക്കാവുന്ന ഒരു പ്രശ്നം, എവിടെ തുടങ്ങണം, അതേപോലെ തന്നെ എന്ന് തീരുമാനിക്കണം. വലിയ വലിയ പ്രൊജക്റ്റുകൾ ഉണ്ടാവാം, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവാം. ഇതൊക്കെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇതൊക്കെ എപ്പോഴാണ് ഞാൻ അവസാനിപ്പിക്കേണ്ടത്, ഇതിന് ഞാൻ ഏതൊക്കെ റിസോഴ്സുകളാണ് യൂസ് ചെയ്യേണ്ടത്. ലൈബ്രറി ചിലപ്പോൾ മീറ്റിംഗ് വെക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും, അവരോട് അതിനെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഒരുപാട് റിസോഴ്സുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് ഞാൻ ചൂസ് ചെയ്യണമെന്ന് ആ സമയത്ത് നിങ്ങൾ ടെൻഷൻ ആകുന്നതിലും എത്രയോ നല്ലതാണ് ആ റിസോഴ്സുകൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ. ഇതുപോലുള്ള ഓരോ സമയങ്ങളിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും നല്ല കാര്യം അത് ആരംഭിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ആദ്യം മുതൽ തന്നെ നമ്മൾ അമിതമായിട്ടുള്ള ഒരു പ്രഷർ, ഒരു സമ്മർദ്ദം ചെലുത്തുന്നത് ഒരു വിദ്യാർത്ഥിയെ അലസനാക്കാനുള്ള ഒരു ലീഡാണ് അവിടെ ഉണ്ടാക്കുന്നത്. അവരെന്ത് ചെയ്യണം, ഇതുവരെ ആരംഭിച്ചിട്ടില്ലെങ്കിൽ പോലും അത് ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബോധം അവിടെ ആ ഒരു ടൈമിൽ അവർക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് മറികടക്കാൻ എളുപ്പമുള്ള ജോലികളാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എളുപ്പമുള്ള വിഷയങ്ങളാണ് നമ്മൾ ആദ്യം പഠിച്ച് തുടങ്ങണം. നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് തരും. യെസ്, എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോൾ ഫ്രണ്ട്സിന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അവർക്കും അതൊരു സന്തോഷമായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എളുപ്പമുള്ള ഒരു വിഷയങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ആ വിഷയം വിജയകരമായി പൂർത്തിയായി കഴിഞ്ഞാൽ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞിട്ടുള്ള വിഷയങ്ങളിലേക്ക് മാറാൻ നിങ്ങൾക്കൊരു ധൈര്യം ഉണ്ടാവും. അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് സ്കൂളുകളിൽ, ഇൻ്റർനാഷണൽ സ്കൂളുകളിലൊക്കെ അവരിങ്ങനെ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട്. അതായത് എളുപ്പമുള്ള ജോലികൾ നേടിയെടുക്കാവുന്ന ലക്ഷ്യങ്ങളും ആ ഒരു ആശയം അവരെന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് എളുപ്പമുള്ള ഇഷ്ടമുള്ള കാര്യങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളെ കുറച്ചുകൂടെ കോമ്പറ്റീറ്റീവ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ സഹായം തേടുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം. നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രമല്ല. നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ബാക്കിയുള്ളവരുടെ സഹായങ്ങൾ തേടുക. നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ഒരു സഹായം തേടുന്നത് ഒരു സൗകര്യപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ നിങ്ങൾ മോശം വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, സോ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു എസ്സേ അല്ലെങ്കിൽ ഒരു സ്റ്റോറി, ഒരു പോയം അത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഓർത്തെടുക്കാനോ ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ നമുക്ക് വേറൊരാളെ ഹെൽപ്പ് നേടാം, അവരെ ഗൈഡൻസ് സ്വീകരിക്കാം, അവരോടൊന്ന് പറയാം, ഞാൻ അതൊന്ന് പറയുന്നത് ശരിയാണോ എന്നൊന്ന് നോക്കുമോ എന്നൊക്കെ അവരോട് നമുക്ക് പറയാവുന്നതാണ്. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ഓരോരുത്തരുടെ ഹെൽപ്പൊക്കെ നേടി, ഇപ്പോൾ ഒരു ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ടീച്ചർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ അധ്യാപകൻ്റെ സഹായം നമുക്ക് തേടാവുന്നതാണ്. ഓക്കെ, വിഡ്ഢികളായിട്ട് തോന്നുന്നതിനെ കുറിച്ച് നിങ്ങൾ വിഷമിക്കരുത്. ഇപ്പോൾ നമ്മളൊരാളോട് ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയില്ല, അവരെന്തേ വിചാരിക്കുക, അങ്ങനെയൊന്നും നിങ്ങൾ വിഷമിക്കരുത്. കാരണം ഒരു ടീച്ചർ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, വിദ്യാർത്ഥികൾ നമ്മളോട് സംശയങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അവർ പഠിക്കുന്നുണ്ടെന്ന് അറിയുന്നത് നമുക്ക് ഒത്തിരി സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ അധ്യാപകരുടെ ഉത്തരവാദിത്തമാണ് വിദ്യാർത്ഥികളുടെ
ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക, അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നത്. സഹായിക്കാൻ അധ്യാപകനില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിലൊരു വിദ്യാർത്ഥിയുടെ സഹായമൊക്കെ അതിൽ തേടാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിലൊന്നും ആരോടും നിങ്ങൾക്ക് ഒരു മോശം വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, സോ ഒരു ലക്ഷ്യം നിങ്ങൾ പൂർത്തിയാക്കിയ ശേഷം സ്വയം ഒരു പ്രതിഫലം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അലസതയെ മറികടക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനാൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ നേട്ടത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അത് നേടിയെടുക്കുമ്പോൾ അതിനനുസരിച്ച് സ്വയം അഭിനന്ദിക്കാൻ വേണ്ടി സാധിക്കണം. കുറച്ചുകൂടി ദയയോട് പെരുമാറുന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കണം. അതായത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ യു ആർ ഗുഡ്, യു ഹാവ് അച്ചീവ്ഡ് എന്നല്ലെങ്കിൽ യു ഡിഡ് ഇറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരു ജോലി ചെയ്യാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അവർ തങ്ങളുടെ പ്രിയപ്പെട്ട മധുര പലഹാരങ്ങളോ ലഘു ഭക്ഷണങ്ങളോ ഉപയോഗിച്ച് സ്വയം പ്രതിഫലം നൽകുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടാവല്ലോ. ഇതൊരു വലിയ ജോലിയാണെങ്കിൽ ഒരാൾക്ക് അവരുടെ സുഹൃത്തുക്കളെ കാണാനോ അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ട പുസ്തകം വായിച്ച് ഒരു ദിവസം മുഴുവൻ ചിലവഴിക്കാനോ സ്വയം പ്രതിഫലം നൽകുക. അതായത് നമ്മളെ ഹാപ്പിയാക്കി വെക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നല്ലൊരു കാര്യം ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു രീതിയിൽ എഫേർട്ട് ഇട്ടിട്ട് ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ യെസ് വി ഹാവ് ഡിഡ് ഇറ്റ്, നമ്മളത് ചെയ്തു, അല്ലെങ്കിൽ ഞാനത് ചെയ്തു, നീ നന്നായിട്ടാണ് ചെയ്തത്, പുറത്തൊന്ന് തട്ടിക്കൊടുക്കുക, യു ഡിഡ് ഇറ്റ് മാൻ എന്ന് തട്ടിക്കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് തന്നെ അതൊരു മോട്ടിവേഷൻ. വേറൊരാൾ വരണ്ട നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ, നമ്മൾ തന്നെ മതി. ഓക്കെ, സോ നല്ല രീതിയിൽ നമുക്ക് ആ അതൊരു കൈൻഡ് ഓഫ് മോട്ടിവേഷനാണ്. പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിനിടെ നമ്മളെ കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു പ്രചോദനം നിലനിർത്താൻ സഹായിക്കുന്നതിൽ ഒരു അത്ഭുത രീതിയായിട്ട് നിങ്ങൾക്ക് അതിനെ കാണാം. ചുറ്റുപാടും ഒരുപാട് കാര്യങ്ങൾ നമ്മളെ തളർത്താനുണ്ടാവും, നമ്മളെ ബുദ്ധിമുട്ടിക്കാനുണ്ടാവും. പക്ഷെ അതിലൊന്നും നമ്മൾ പതറരുത്. നമ്മളൊരു ലക്ഷ്യം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എളുപ്പമുള്ള അല്ലെങ്കിൽ ഇടത്തരം ഭാരമുള്ള ജോലികൾ ചെയ്തിട്ട് ആരംഭിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഊർജ്ജവും കുറച്ചുകൂടെ ഒരു കോൺസെൻട്രേഷനും അതൊക്കെ നമുക്ക് ഉണ്ടാവും. എന്നാൽ ഏറ്റവും കൂടുതൽ പരിശ്രമം നമ്മൾ വേണ്ട കാര്യങ്ങളുണ്ടാവും, അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു എഫേർട്ട് നമ്മൾ ഇടുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ ഏറ്റവും എളുപ്പമുള്ളത് നമുക്ക് പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയണം. ഏറ്റവും എളുപ്പമല്ലാത്ത ടഫസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതലായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. പിന്നെ മതിയായ സ്വയം പ്രേരണ കൊടുക്കണം. അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സ്റ്റിമുലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പോൾ വിദ്യാർത്ഥികൾ പഠിക്കാൻ അവർക്കൊരു ലേശം മടിയുണ്ട്, ഒരു വിമുഖത കാണിക്കുന്നതിൻ്റെ ഏറ്റവും സാധാരണമായ കാരണങ്ങളിൽ ഒന്നാണ് മോട്ടിവേഷൻ്റെ അഭാവം എന്ന് പറയുന്നത്. അതായത് ശരിയായ തരത്തിലുള്ള മോട്ടിവേഷൻ കണ്ടെത്തുന്നതിന് നമുക്ക് കഴിയണം. എന്നിട്ട് നമുക്ക് നമ്മുടെ എന്തിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതിൽ നമ്മൾ എന്ത് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് നല്ല രീതിയിൽ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പൊക്കെ വാങ്ങാം, അവർ നമുക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു തരും. അത് അവർക്കും ഹെൽപ്ഫുള്ളാണ്, നമുക്കും ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ഒരു പരീക്ഷയിൽ വിജയിക്കുക, മികച്ച ഗ്രേഡുകൾ നേടുക, അധ്യാപകനിൽ നിന്ന് പ്രശംസ നേടുക എന്നിങ്ങനെയുള്ള പഠനത്തിൻ്റെ നേട്ടങ്ങൾ കണക്കിലെടുക്കും നിങ്ങൾക്ക് അനുയോജ്യമായ സ്കോർ ലഭിക്കുമ്പോൾ വിദ്യാർത്ഥിയുടെ പ്രകടനത്തിലെ പുരോഗതിക്ക് അത് നല്ല രീതിയിൽ തന്നെ ഹെൽപ്ഫുൾ. അതിൽ ടീച്ചേഴ്സിനും പങ്കുണ്ട്. കുട്ടികൾ നല്ല മാർക്സ് നേടുമ്പോൾ ടീച്ചേഴ്സ് അവരെ തോളിൽ ഒന്ന് തട്ടി നല്ല രീതിയിൽ ഒന്ന് എന്ത് ചെയ്യണം, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ടീച്ചേഴ്സിനും അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രോപ്പറായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ആദ്യം പഠിക്കേണ്ട വിഷയങ്ങളോ കാര്യങ്ങളോ അറിയില്ലെങ്കിൽ ഫലപ്രദമായി പഠിക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും. അതിനാൽ ഇത് പ്രധാനവും അത്യാവശ്യവുമായ ജോലികളിൽ ഒന്നായിട്ട് മാറുന്നുണ്ട്. സോ ഏതെങ്കിലും ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുക്കുന്നതിന് മുന്നേ അതിൻ്റെ പഠന സാമഗ്രികൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് കൃത്യമായിട്ട് നമ്മൾ കരുതി വെക്കുകയും ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് വെല്ലുവിളികൾ നേരിടുമ്പോഴോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു മോട്ടിവേഷൻ ആവശ്യമായി വരുമ്പോഴോ അവരുടെ പഠന വിഭവങ്ങളിലേക്ക് നല്ല രീതിയിലുള്ളൊരു കോൺസെൻട്രേഷൻ അവർക്ക് വരും. നമ്മുടെ കയ്യിൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാൻ തോന്നും. ലൈക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ നോട്ട് ബുക്സ്, പെന്ന്, പെൻസില്, നമുക്ക് ഗൈഡ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് പഠിക്കാൻ തോന്നും. അല്ലാത്ത സമയത്താണ് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് ബുക്കൊക്കെ
കടം വാങ്ങേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരിക. ഇപ്പോൾ ഒരാൾക്ക് എഴുത്ത് ഇഷ്ടമല്ലെങ്കിൽ പോലും പഠിക്കുന്ന വിഷയത്തെക്കുറിച്ച് അവർക്ക് അറിയാവുന്നതെല്ലാം എഴുതേണ്ട നിർബന്ധം അല്ലേ. ഇപ്പോൾ എനിക്ക് ഇന്ന വിഷയം ഇഷ്ടമല്ല, എനിക്ക് ഇന്ന വിഷയം എഴുതാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് നമ്മളത് പഠിക്കാതിരിക്കുന്നതിൽ ഒരർത്ഥമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരാളിപ്പോൾ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ അയാൾക്ക് ആ കോഴ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അപ്പോൾ എനിക്ക് ഈ ഒരു വിഷയം ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ട് നമുക്കത് പഠിക്കാതിരിക്കാനോ അത് എഴുതാതിരിക്കാനോ പറ്റില്ല. ഓക്കെ, അപ്പോൾ എഴുതുന്നതെന്ന് പറയുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാനും അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ലാംഗ്വേജ് വിഷയങ്ങളിലൊക്കെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് എഴുതാറുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, സംസ്കൃതം, ഹിന്ദി, ഇതിലൊക്കെ നമ്മൾ കുറച്ചുകൂടെ എഴുത്ത് നല്ല രീതിയിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിയും നമ്മുടെ കുറച്ച് ലാംഗ്വേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്കിൽസൊക്കെ വർദ്ധിപ്പിക്കാൻ അതൊക്കെ ഹെൽപ്ഫുള്ളാവും. ഓക്കെ, സോ അനുയോജ്യമായിട്ട് ഉള്ള ഒരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇപ്പോൾ അലസതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പരിഗണിക്കേണ്ട മറ്റൊരു പ്രധാന ഘടകമാണ് ഒരാളുടെ ജോലിയുടെയോ പഠനത്തിൻ്റെയോ സ്ഥലം എന്ന് പറയുന്നത്. നമ്മൾ എവിടെ ഇരുന്ന് പഠിക്കുന്നു. ഓക്കെ, അനുയോജ്യമായൊരു ക്രമീകരണം കണ്ടെത്തുന്നത് അലസതയെ ചെറുക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ ഇപ്പോൾ എവിടെയാണോ ഇരുന്ന് പഠിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇപ്പോൾ ചില കുട്ടികൾക്കൊക്കെ ബെഡിൽ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉറക്കം വരാനുള്ള സാധ്യതയുണ്ട്. സോഫയിൽ ഇരുന്ന് പഠിക്കുമ്പോൾ ഉറക്കം വരുന്ന കാര്യങ്ങൾ പറയണം. അപ്പം നിങ്ങൾ പ്രോപ്പറായിട്ട് അത്യാവശ്യം വെളിച്ചവും കാറ്റും ഒക്കെ കിട്ടുന്നിടത്ത് നല്ലൊരു സെറ്റപ്പ് ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വ്യക്തിപരമായ ഒരു പ്രിയപ്പെട്ട ഒരു ലൈബ്രറി, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഒരു നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മുറി, അല്ലെങ്കിൽ വരാന്ത, അങ്ങനെ കുറച്ച് ശാന്തവും ശ്രദ്ധ ഡീവിയേറ്റായി പോവാത്ത ഒരു അന്തരീക്ഷത്തിലായിരിക്കുന്നതാണ് കുറച്ചുകൂടെ മനസ്സിനെ നിങ്ങൾക്ക് ശാന്തമാക്കാനും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കുന്ന ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്. സോ അലസതയോടുകൂടെ അല്ലെങ്കിൽ അലസതയോടെ നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നതിലും എത്രയോ നല്ലതാണ് അതിനെ മറികടന്നിട്ട് അലസതയെ അങ്ങ് അതിജീവിച്ചിട്ട് വിദ്യാർത്ഥികൾക്കൊരു എന്താ പറയുക നല്ലൊരു കംഫർട്ട് സോണിൽ ഇരുന്ന് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ വരുന്നതാണ് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഒരു പ്ലാൻ, അതായത് നല്ലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പകുതി വർക്ക് കഴിഞ്ഞു എന്ന് പറയാം. ഒരു പ്ലാൻ എന്ന് പറയുമ്പോൾ ഏത് തരം അല്ലെങ്കിൽ എത്ര ഫലപ്രദമാണെന്ന് തോന്നിയാലും അത് പ്രായോഗികമാക്കുന്നത് വരെ അതൊരിക്കലും പ്രവർത്തിക്കില്ല. അതായത് നമ്മുടെ കയ്യിൽ നല്ല സൂപ്പർ പ്ലാൻ ഉണ്ട്, നിങ്ങളിപ്പോൾ ഇതൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ ഇത് കേട്ടുകൊണ്ട് മാത്രം ആയിട്ടില്ല. അത് നമ്മൾ പ്രാവർത്തികമാക്കുക, നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്കെഡ്യൂൾ ചെയ്തിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ഫോളോ അപ്പ് കൊടുക്കുമ്പോഴാണ് അതിലെന്തുണ്ടാവുന്നത്, റിസൾട്ട്സ് ഉണ്ടാവുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്യാൻ പലപ്പോഴും അല്ലെങ്കിൽ നമ്മൾ ശ്രമിക്കണം. ചില ആളുകൾ അതിന് ശ്രമിക്കാറില്ല. ഇത് അവഗണിക്കുന്നത് ഒരു വിദ്യാർത്ഥിയുടെ മൊത്തത്തിലുള്ള പ്രകടനത്തിൽ വലിയ വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും കൂടി നമ്മൾ എന്ത് ചെയ്യണം. അപ്പം കർശനമായ ഒരു സ്കെഡ്യൂള് പിന്തുടരാൻ ഒരാൾ തീരുമാനിക്കുകയാണെങ്കിൽ അത് ഉടനടി ആരംഭിക്കണം. അതായത് നാളെ ആവട്ടെ മറ്റന്നാളെ ആവട്ടെ അങ്ങനെയല്ല, പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അവരുടെ സമീപനം കുറച്ചുകൂടി ഒരു സൗമ്യമാണെങ്കിൽ അവർക്ക് നന്നായി പഠിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും കണ്ടാൽ അത് ഉടനടി പ്രയോഗിക്കുക. ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിന് മുമ്പെയുള്ള ആത്യന്തിക രീതികളാണ് എക്സിക്യൂഷനും ട്രയൽ പിശകുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളൊരു എൻ്റെ പ്ലാൻ വളരെ നല്ല പ്ലാനാന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുന്നിടത്തോളം കാലം അത് ചുമ്മാണ്, അത് ഐഡിയലായിട്ട് അവിടെ ഇരിക്കും. നമ്മളതിൽ വർക്ക് ചെയ്യണം, പഠിക്കണം, എനിക്ക് വേണ്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ കണ്ടെത്തണം, അതിലേക്ക് വേണ്ട ഹൈലൈറ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്യണം, അത് ഏതൊക്കെ പരീക്ഷകളിൽ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടെന്ന് ഞാൻ അടയാളപ്പെടുത്തി അത് ഞാൻ പഠിച്ചെടുക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ആ ഒരു റിസൾട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. സോ അനന്തര ഫലങ്ങൾ ഓർക്കുക. അപ്പം നമ്മൾ നന്നായിട്ട് പഠിക്കുമ്പം നമ്മുടെ വീട്ടുകാർക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിന്, നമ്മുടെ ടീച്ചേഴ്സിന് എല്ലാവർക്കും എന്തോരം സന്തോഷമാണ്. ഇപ്പോൾ പഠനം തുടങ്ങാനുള്ള ഒരു വ്യക്തിയുടെ പ്രേരണ എന്ന് പറയുന്നത് പഠനത്തിൻ്റെ ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഫലങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നാകണം. അതായത് നിങ്ങൾ ഇപ്പോൾ ഫുൾ A+ നേടി നിൽക്കുന്ന ആ ഒരു മൊമെൻ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ പാരൻസിൻ്റെ ഹാപ്പിനെസ് ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഒരു ഹാപ്പിനെസ്സും കോൺഫിഡൻസും ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു മൊമെൻ്റ് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഇത്
പ്രതിഫലനക്ഷമത ആക്കാനുള്ള ഒരു ഇച്ഛാശക്തി കൈവരിക്കുക, ആ ഒരു വിൽ പവർ നമുക്ക് കൈവരും. ഓക്കെ, സോ അലസത ഇപ്പോഴും അവരുടെ ജീവിതത്തെ ഭരിക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും അത് നേടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അത് വിപരീതമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ പഠനത്തിൻ്റെ നേട്ടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം പഠിക്കുന്നതിൻ്റെ ചെലവ് നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം. നന്നായിട്ട് പഠിക്കണം, മനസ്സിലാക്കി പഠിക്കണം, നേട്ടങ്ങൾക്കായി പഠിക്കണം, വിജയത്തിനായി പഠിക്കണം, ഓക്കെ, അറിവിനായിട്ട് പഠിക്കണം. അപ്പോൾ ഒരാൾക്ക് തോൽക്കുന്ന ഗ്രേഡ് ലഭിക്കാനും വിഷയം ആവർത്തിക്കേണ്ടി വരാനും സാധ്യതകളുണ്ട്. ഇപ്പോൾ പലരും സപ്ലിമെൻ്ററി എക്സാംസ് ഒക്കെ എഴുതാറുണ്ട്. ഇത് ഭയങ്കരമായിട്ട് നമുക്ക് തോന്നും. അതിനിടയിൽ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ നമ്മുടെ മനസ്സിൽ വല്ലാണ്ട് വേട്ടയാടും. കാരണം നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ ജയിച്ചു പോയി, നമ്മൾ മാത്രം അങ്ങനെ ഇരിക്കും. അങ്ങനെയൊന്നും നിങ്ങൾക്ക് അവസ്ഥ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇപ്പോഴേ പ്രോപ്പറായിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള എല്ലാ ടെക്നിക്സും ട്രിപ്സും നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നല്ല മാർക്ക് കിട്ടും. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ പാറ്റേൺ മനസ്സിലാവും, ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ മനസ്സിലാകും, അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ എന്തിനാണ് നിങ്ങൾ തോൽക്കുന്നതിനെ കുറിച്ചിട്ട് ആവലാതിപ്പെടുന്നത്? നന്നായി മനസ്സിനെ അങ്ങോട്ട് പ്രേരിപ്പിക്കുക. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വിവിധ പഠന സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുക. അറിവ് മനഃപ്പാഠമാക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്, പകരം അത് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. വിഷയത്തെക്കുറിച്ച് വായിക്കുക, തുടർന്ന് അതിനെക്കുറിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ചിട്ടൊന്ന് എഴുതുക. ഇതൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള രീതികളാണ്. ഓക്കെ, അപ്പോൾ ചെറിയ പൊട്ടിത്തെറികളിൽ സങ്കീർണമായ മെറ്റീരിയൽ പഠിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് സ്പേസ് ലേണിംഗ്. സ്പേസ് ലേണിംഗ് എന്നാണ് അതിനെ വിളിക്കുക. സോ ടാസ്കിനെ ചെറിയ സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, വിഭജിക്കുക, ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് ഓരോന്നും പൂർത്തിയാകുമ്പോൾ ചെറിയ ചെറിയ ഇടവേളകൾ എടുക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ വലിയ വലിയ സങ്കീർണമായ പ്രതിഭാസങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് വലുതായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നോക്കാം, മൊത്തത്തിൽ അതിനെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റുക. ആ ചെറിയ ചെറിയ ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കുക. അങ്ങനെ ആ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ നിങ്ങളെ ഹെൽപ്ഫുള്ളാണ്. സോ അപ്പോൾ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുക എന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ ആവശ്യമെങ്കിൽ അവർ സ്വയം എന്ത് ചെയ്യണം, സ്വയം സമയം മാറ്റി രാത്രി ഉറങ്ങുന്നതിന് ഏതാനും മണിക്കൂർ മുമ്പ് പഠിക്കണം. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കം ചിന്തകളും ഓർമ്മകളും എന്ത് ചെയ്യും, പുനഃക്രമീകരിക്കും. അത് പൂർണ്ണമായി ഓർമ്മിക്കാൻ അടുത്ത ദിവസം മെറ്റീരിയൽസിൻ്റെ ഒരു പുനരവലോകനം തന്നെ നമുക്ക് എന്ത് ചെയ്യാണ്, ആവശ്യമായിട്ട് വരും. ഓക്കെ, സോ ആരെങ്കിലും വിഷ്വൽ പഠിതാവാണ്, കണ്ടു പഠിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് മൈൻഡ് മാപ്പിംഗ് എളുപ്പത്തിൽ പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു ഡയഗ്രാമിൽ അല്ലെങ്കിൽ നിർണായക വിവരങ്ങൾ ദൃശ്യപരമായി, ഇപ്പോൾ പൈ ഡയഗ്രാം അല്ലെങ്കിൽ ബാർ ഡയഗ്രാം, ആ രീതിയിലൊക്കെ ക്രമീകരിച്ച് ഈ ഒരു തന്ത്രം യൂസ് ചെയ്യും. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂട്യൂബ് ചാനലുകളിൽ വീഡിയോസ് കണ്ട് പഠിക്കാനൊക്കെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇൻ്റർവെൽ എടുക്കുക, ഒരു ബ്രേക്ക് എടുക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, നല്ല രീതിയിലെ ഭക്ഷണങ്ങൾ കഴിക്കുക, ഇതെല്ലാം ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലായ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക, റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അത് മനസ്സിലായെങ്കിൽ അടുത്ത പോയിന്റിലേക്ക് കടക്കുക. അല്ലാതെ പഠിച്ചത് തന്നെ വീണ്ടും വീണ്ടും പഠിച്ചിരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ ലേസിനെസ് അല്ലെങ്കിൽ അലസത എന്ന നമുക്ക് ഒട്ടും ആവശ്യമില്ലാത്ത ഈ സ്വഭാവത്തെ മറികടക്കാൻ നമ്മളെല്ലാവരും തന്നെ വളരെ നല്ല രീതിയിൽ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സമയം നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം. അത് കൂടുതലായി സ്മാർട്ടായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രയോഗിക്കണം. അത് കഠിനമായിട്ടല്ല, നമുക്ക് അലസതയെ മറികടക്കുന്നതിനുള്ള മികച്ച ഒരു വിദ്യാർത്ഥിയാകുന്നതിനേക്കുള്ള ഒരു താക്കോലാണ് എന്ത്, ഈ അലസതയെ മറികടക്കുക എന്ന് പറയുന്നത്. ഓക്കെ, സോ അലസത ഉപേക്ഷിക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗം എന്ന് പറയുന്നത് അത് ലളിതമായി പ്രവർത്തിക്കാൻ തുടങ്ങുകയും അത് ഫലപ്രദമായി ചെയ്യാൻ ശ്രമിക്കുകയുമാണ്. ഓക്കെ, സോ ജീവിതത്തിൽ മുന്നേറുന്നതിനും വിജയം കൈവരിക്കുന്നതിനും ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് എപ്പോഴും മനസ്സിൽ നിങ്ങൾ സൂക്ഷിക്കണം. അതായത് മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ എന്താ പറയുക, ഒരു ഇൻ്റർനാഷണൽ സ്കൂളിലൊക്കെ പ്രവേശിക്കാൻ ഇഷ്ടപ്പെടുന്നു. കാരണം അവർക്ക് വൈവിധ്യമാർന്ന ആ ഒരു പഠന പദ്ധതി ഘടന മാത്രമല്ല,
വിദ്യാർത്ഥികളിൽ വിവിധ പഠന രീതികൾ ഉൾക്കൊള്ളാനും അവർ ശ്രമിക്കുന്നുണ്ട്. സോ ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ സ്വയം മതിയാകാൻ ഇത് അവരെ ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ട് സഹായിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? സോ പഠനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മൾ ഇന്ന് പഠിക്കുന്നത് എന്താണോ അതിനേക്കാൾ ഒത്തിരിയാണ് നാളെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത്. നമ്മൾ ഇന്നലെ പഠിച്ചതിനും ബെറ്ററായിട്ട് നമ്മൾ ഇന്ന് പഠിക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ശ്രമിക്കുക. ക്ലിയർ അല്ലേ? സോ പഠിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. അതുകൂടാതെ നിങ്ങൾ നിങ്ങളുടെ പഠനം സൂപ്പറാക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ടെക്നിക്സും ട്രിപ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. താങ്ക് യു.